അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അഖീദയിലെ പാഠഭാഗങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒന്നാമത്തെ ചോദ്യം, തൗഹീദ് എന്നാൽ എന്ത്? തൗഹീദ് എന്നാൽ എന്ത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ദാത്തിലും സിഫാത്തിലും ഏകനാണ് എന്ന വിശ്വാസത്തിനാണ് തൗഹീദ് എന്ന് പറയുന്നത്. ഇബാദത്ത് എന്നാൽ എന്ത്? അങ്ങേയറ്റം ആദരവും ഭയഭക്തിയും ഉൾക്കൊണ്ട് പരമാവധി താഴ്മ ചെയ്യലാണ് ഇബാദത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു അല്ലാതെ ആരാധ്യനായി മറ്റൊരാൾ ഉണ്ടെന്ന വിശ്വാസത്തിന് എന്താണ് പറയുക? ഷിർക്ക് എന്നാണ് പറയുക, അല്ലേ? അല്ലാഹു അല്ലാതെ മറ്റൊരാൾ ദൈവമായിട്ടുണ്ട് എന്ന വിശ്വാസത്തിനാണ് ഷിർക്ക് എന്ന് പറയുക. ഏറ്റവും വലിയ തെറ്റാണ് ഇത്, ഷിർക്ക്, അല്ലേ? നമുക്കറിയുന്ന കാര്യമാണല്ലോ. ഓക്കെ, നാലാമത്തെ ചോദ്യം, എൻ്റെ കാഴ്ച തിരിച്ചു കിട്ടാൻ വേണ്ടി ഒരു ദുആ എനിക്ക് പഠിപ്പിച്ചു തരിക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്ത ഒരു ദുആ ഉണ്ട്. ആ ദുആ ഏതാണ്? ആ ദുആ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക വഅതവജ്ജഹു ഇലൈക ബിനബിയിക മുഹമ്മദിൻ നബിയ്യിർ റഹ്മ യാ മുഹമ്മദ് ഇന്നി തവജ്ജഹ്തു ബിക ഇലാ റബ്ബി ഫീ ഹാജതി ഹാദിഹി ഫതഖ്ലി ലി അല്ലാഹുമ്മ ശഫിഉ ഫീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ദുആയാണ്. ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഓപ്ഷൻ വരുമ്പോൾ നിങ്ങൾക്ക് തിരിയുന്ന രീതിയിലുള്ള ഒരു തരത്തിലുള്ള പഠനം പഠിച്ചാൽ മതി. പൂർണ്ണമായിട്ട് അങ്ങനെ പഠിക്കണം എന്ന് പറയണില്ല. ഓക്കെ, എന്നാലും ശ്രദ്ധിച്ച് പഠിക്കുക ഇൻഷാ അല്ലാ. അടുത്തത്, മോജിസത്ത് എന്നാൽ എന്ത്? എന്താണ് മോജിസത്ത് എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിൻ്റെ ദൂതന്മാരെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുവാൻ അവർക്ക് അള്ളാഹു നൽകുന്ന അസാധാരണ സംഭവങ്ങളാണ് മോജിസത്ത്. അമ്പ്യാക്കന്മാർക്ക് അള്ളാഹു നൽകുന്ന അസാധാരണ സംഭവങ്ങൾക്കാണ് മോജിസത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അള്ളാഹുവിൻ്റെ സന്ദേശം ജനങ്ങൾക്ക് കൈമാറാൻ അള്ളാഹു തിരഞ്ഞെടുത്ത ദൂതന്മാരാണ് ആര്? അംബിയാ മുർസലുകൾ. ഓക്കെ, ആ അംബിയാ മുർസലുകൾക്ക് അള്ളാഹു നൽകുന്ന അസാധാരണ സംഭവങ്ങൾക്കാണ് മോജിസത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഈസാ നബിക്ക് അള്ളാഹു നൽകിയ മോജിസത്ത് ഏതാണ്? മരിച്ചവരെ ജീവിപ്പിക്കാനുള്ള കഴിവ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈസാ നബിക്ക് നൽകിയ മോജിസത്താണ്. മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ മുത്തുനബിക്ക് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ മോജിസത്ത് ഏതാണ്? വിശുദ്ധമായ ഖുർആനാണ്. ഓക്കെ, ഒരു നബിക്ക് ഒരുപാട് മോജിസത്തുകളൊക്കെ ഉണ്ടാവും, നമുക്കറിയാലോ കഥകളും ചരിത്രങ്ങളൊക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചന്ദ്രനെ പിളർന്നത് മോജിസത്താണ്, വിരലുകൾക്കിടയിൽ നിന്ന് വെള്ളം വന്നത് മോജിസത്താണ്, വിശുദ്ധ ഖുർആൻ ഏറ്റവും വലിയ മോജിസത്താണ്. ഓക്കെ, അങ്ങനെ ഒരുപാട് മോജിസത്തുകളൊക്കെ ഉണ്ടാവും. മൂസാ നബിക്ക് അള്ളാഹു നൽകിയ മോജിസത്താണ് ഏത്? വടിയെ സർപ്പമാക്കാനുള്ള കഴിവ്. ഫിർഔന്റെ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ഓക്കെ, വടിയിട്ടാൽ പാമ്പാവുമായിരുന്നു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മോചിതത്തിൽപ്പെട്ടതാണ്. ഇനി ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അസാധാരണ സംഭവങ്ങൾക്കാണ് എന്ത് പറയുക? കറാമത്ത് എന്ന് പറയുക. ഓക്കെ, എല്ലാ വർഷവും നൈൽ നദി ഒഴുകാൻ വേണ്ടി ഈജിപ്തുകാർ ചെയ്തിരുന്ന പതിവ് എന്തായിരുന്നു? ഓരോ വർഷവും സുന്ദരിയായ ഒരു പെൺകുട്ടിയെ അണിയിച്ചൊരുക്കി നൈൽ നദിയിലേക്ക് ഇടലായിരുന്നു അവരുടെ പതിവ്. ഓക്കെ, എന്നാൽ നൈൽ നദിയുടെ ഒഴുക്ക് നിന്നപ്പോൾ അതിലേക്കിടാൻ ഉമർ റളിയല്ലാഹു അൻഹു ഒരു കത്ത് എഴുതി കൊടുത്തിട്ടുണ്ട്. ആ കത്ത് എങ്ങനെയായിരുന്നു എന്നാണ് അടുത്തൊരു ചോദ്യം. ഓക്കെ, ആരാണ് എഴുതി കൊടുത്തത് എന്നൊക്കെ ചോദ്യം വരികയാണെങ്കിൽ നമ്മുടെ ഇതിലുണ്ട്, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് കത്ത്. ഏത് നദിയിലേക്കാണ്? നൈൽ നദിയിലേക്കാണ്. എന്താണ് ആ കത്ത്? മിൻ അബ്ദില്ലാഹി ഉമർ ഇബ്നുൽ ഖത്താബ് അമീറുൽ മുഅ്മിനീൻ ഇല നൈൽ മിസ്ർ അമ്മാ ബഅദ് ഫഇൻ കുൻത തജ്രി മിൻ ഖബ്ലിക ഫലാ തജ്രി വഇൻ കാന അല്ലാഹു യജ്രീക ഫഅസ്അലുല്ലാഹൽ വാഹിദൽ ഖഹാർ അൻ യജ്രീക. അതായത് അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്, അമീറുൽ മുഅ്മിനീനാകുന്ന ഉമർ ഇബ്നുൽ ഖത്താബാണ് എഴുതുന്നത്, നൈൽ നദിയെ നീ സ്വമേധിയ ഇത്രയും കാലം ചലിക്കുകയാണെങ്കിൽ നീ അവിടെ നിൽക്ക്, അള്ളാഹുവാണ് നിന്നെ ചലിപ്പിക്കുന്നുണ്ടെങ്കിൽ വേഗം ചലിച്ചോളൂ എന്നുള്ള ഒരു രസകരമായൊരു കത്താണ്. കഥകളൊക്കെ നിങ്ങൾക്ക് അറിയുന്നവരായിരിക്കും, വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. ഓക്കെ, സ്വഹാബികൾ എന്നാൽ ആർക്കാണ് സ്വഹാബികൾ എന്ന് പറയുക? മുഅ്മിനായ നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ അല്പമെങ്കിലും താമസിക്കുകയും മുഅ്മിനായി തന്നെ മരിക്കുകയും ചെയ്തവർക്കാണ് സ്വഹാബി എന്ന് പറയുന്നത്. ഇനി നബി വഫാത്താകുമ്പോൾ എത്ര സ്വഹാബികളുണ്ടായിരുന്നു? നബി വഫാത്താവുന്ന സമയത്ത് മക്കയിലും മദീനത്തൊക്കെ ആയിട്ട് ടോട്ടൽ എത്ര സ്വഹാബികളുണ്ടായിരുന്നു? 100,000-ൽ പരം സ്വഹാബത്തുണ്ടായിരുന്നു. ഓക്കെ, പല ഭാഗങ്ങളിലുമായിട്ട് കേട്ടോ. ഇനി സ്വഹാബികളിൽ ഏറ്റവും ശ്രേഷ്ഠമായവർ ആര്? ഖുലഫാ ഉർ റാഷിദീങ്ങൾ. നമുക്കറിയില്ലേ, 4 ഖുലഫാ ഉർ റാഷിദീങ്ങൾ, അവരാണ് സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായവർ. ഇനി സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബികൾ എത്രയാണ്?
10 പേരാണ്. അഷറത്തുൽ മുബശ്ശിരീൻ 10 പേരാണ് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബികൾ. 17-ാമത്തെ ചോദ്യം, ഇസ്ലാമിൻ്റെ യഥാർത്ഥ മാർഗം ഏതാകുന്നു? അഹ്ലുസുന്നത്തി വൽ ജമാഅ. ഓക്കെ. 18, ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ ഏതൊക്കെയാണ്? ഖുർആൻ, സുന്നത്ത്, ഇജ്മാ, ഖിയാസ്. ഇജ്മാ എന്നാണ്, ഇജ്മാ, ഖിയാസ്. ഈ 4 ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി സുന്നത്ത് നമ്മൾ പൊതുവെ പറയാറില്ലേ സുന്നത്ത്. എന്താണ് സുന്നത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക്, പ്രവൃത്തി, ഉദ്ദേശം, മൗനാനുവാദം എന്നിവയ്ക്കാണ് സുന്നത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി 20-ാമത്തെ ചോദ്യം, വിശ്വാസപരമായ കാര്യങ്ങൾ തെളിവ് സഹിതം വിശദീകരിച്ച പണ്ഡിതന്മാർ ആരൊക്കെയാണ്? ഇമാം അബുൽ ഹസൻ അഷ്അരി, ഇമാം അബൂ മൻസൂറിൽ മാത്തുരീദി. അതായത് അഖീദാപരമായി നമുക്ക് 2 ഇമാമുമാരാണുള്ളത് അല്ലേ? അഷ്അരി ഇമാമും മാത്തുരീദി ഇമാമും എന്നാണ് നമ്മൾ ഷോർട്ടായിട്ട് പറയൽ. അവരുടെ ഫുൾ പേരാണ് ഇമാം അബുൽ ഹസനിൽ അഷ്അരിയും ഇമാം അബൂ മൻസൂറിൽ മാത്തുരീദി റഹിമഹുമുള്ള. ഓക്കെ. 21-ാമത്തെ ചോദ്യം, കർമ്മപരമായ വിധികളുടെ ക്രോഡീകരണം പൂർത്തീകരിച്ച പണ്ഡിതന്മാർ ആരൊക്കെയാണ്? കർമ്മപരമായ വിധികൾ എന്ന് പറഞ്ഞാൽ ഫിഖ്ഹ് നമുക്ക് 4 മദ്ഹബല്ലുള്ളത്. ഷാഫി ഇമാമ്, ഹംബലി ഇമാമ്, മാലിക്കി ഇമാമ്, ഹനഫി ഇമാം, അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. ഓക്കെ. ഹനഫി മദ്ഹബ്, അങ്ങനെ 4 മദ്ഹബാണ് നമുക്കുള്ളത്. ഇതാണ് ഫിഖ്ഹ്, അതാണ് കർമ്മപരമായ വിധികളുടെ ക്രോഡീകരണം. നേരത്തെ പറഞ്ഞത് അഖീദപരമായ ക്രോഡീകരണമാണ്, വിശ്വാസപരമായ ക്രോഡീകരണം. ഓക്കെ. ഇനി ദുആ എന്നാൽ എന്ത്? പ്രാർത്ഥന അല്ലേ? ദുആ ആരാധ്യൻ എന്ന വിശ്വാസത്തോടെ അള്ളാഹുവിനോട് നടത്തുന്ന സഹായാഭ്യർത്ഥനയാണ് യഥാർത്ഥത്തിൽ ദുആ. ഓക്കെ. ഇനി പ്രാർത്ഥനയുടെ മര്യാദകൾ എന്തൊക്കെയാണ്? എല്ലാവർക്കും അറിയാം. ആദ്യം അവസാനം അള്ളാഹുവിനെ സ്തുതിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലണം. പ്രാർത്ഥനയുടെ ആമുഖമായി എന്തെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്യണം. സൽക്കർമ്മങ്ങളെയോ സൽവൃദ്ധരെയോ മുൻനിർത്തി പ്രാർത്ഥിക്കൽ. ഇങ്ങനെ ഒരുപാട് മര്യാദകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അല്ലേ? യഥാർത്ഥ രീതിയിൽ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു നമുക്ക് എന്തായാലും ഉത്തരം തരും എന്നൊക്കെയാണ്. അപ്പം നല്ല കുട്ടികളാവാനും പരീക്ഷയിലും മത്സരങ്ങളിലൊക്കെ ഉഷാറാവാനൊക്കെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും കൂടി നമ്മൾ ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ പരിശ്രമം പൂർണ്ണാർത്ഥത്തിൽ വിജയിക്കുകയുള്ളൂ കേട്ടോ. ഓക്കെ. ഇനി 24-ാമത്തെ ചോദ്യം, ഗൈബ് എന്നാൽ എന്ത്? ഗൈബിയായ കാര്യങ്ങൾ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ഗൈബ് എന്നാൽ എന്ത്? മറഞ്ഞ കാര്യങ്ങൾ. സൃഷ്ടികൾ സാധാരണഗതിയിൽ അറിയാത്തതിനാണ് ഗൈബ് എന്ന് പറയുക. ഓക്കെ. ഇനി ഗൈബിന് ഒരു ഉദാഹരണം എഴുതുക. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വീടുകളിൽ സൂക്ഷിച്ചു വെച്ചതെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുക്കിലേക്ക് ഒരാൾ വന്നാൽ ഈസാ നബി പറയും, നിങ്ങളുടെ വീട്ടിൽ ഇന്ന സാധനമില്ലേ? അപ്പം ഈസാ നബി അറിയാൻ യാതൊരു സാധ്യതയുമില്ലാത്ത കാര്യങ്ങൾ പോലും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഓക്കെ. ഇനി എല്ലാ ഗൈബും അറിയുന്നവൻ ആരാണ്? അള്ളാഹു ആണ് അല്ലേ? എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയുന്നവൻ അള്ളാഹു ആണ്. ഓക്കെ. 27-ാമത്തെ ചോദ്യം, പേർഷ്യയിലെ നഹാവന്തിലെ ശത്രുക്കളുമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന മുസ്ലിം സൈന്യത്തോട് മദീനയിലെ പള്ളിയിൽ ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു എന്താണ് പറഞ്ഞത്? എന്താ പറഞ്ഞത്? യാ സാരിയ അൽ ജബൽ അൽ ജബൽ. കഥ നിങ്ങൾക്ക് തിരിഞ്ഞോ? ഉമർ റളിയല്ലാഹു അൻഹു ഒരു ദിവസം മദീനത്തെ പള്ളിയിൽ നിന്ന് ഖുതുബ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ പേർഷ്യ, ദൂരാണ് പേർഷ്യയിലെ നഹാവന്തിൽ വെച്ച് മുസ്ലിങ്ങൾ ശത്രുക്കളുമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ മുസ്ലിം സൈന്യത്തിലെ നേതാവാകുന്ന സാരിയയോട് ഉമർ റളിയല്ലാഹു അൻഹു ഇവിടുന്ന് വിളിച്ചു പറയാണ്, യാ സാരിയ അൽ ജബൽ അൽ ജബൽ, മലയുടെ പിന്നിൽ ശത്രുക്കളുണ്ട്, അവിടെ നോക്കൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഇത്രയും ദൂരത്തുള്ള സംഗതിയെ എങ്ങനെ അറിഞ്ഞു? അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്തു. ഇതാണ് ഗൈബിയായ കാര്യങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്കും അറിയിച്ചു കൊടുക്കുമെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞത്. ഓക്കെ. യാ സാരിയ എന്നുള്ളതാണ് അന്നത്തെ ക്യാപ്റ്റനായിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഓക്കെ. അതും ഒരുപക്ഷെ അങ്ങനെയൊക്കെ ചോദ്യം വന്നേക്കാം. ഓക്കെ. മൂസാ നബിയുടെ മാതാവിന് അള്ളാഹു നൽകിയ ഗൈബ് എന്താകുന്നു? മൂസാ നബിയുടെ മാതാവിനും അള്ളാഹു ചില ഗൈബുകൾ നൽകിയിട്ടുണ്ട്. മറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഉള്ള കഴിവ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉദാഹരണമാണ് ഇതെന്ത്? കുട്ടിയെ ഫിർഔൻ കൊന്നു കളയുമോ എന്ന് നീ ഭയപ്പെട്ടാൽ കുട്ടിയെ നൈൽ നദിയിലേക്ക് ഇടുക. നീ ഭയപ്പെടുകയോ ദുഃഖിക്കുകയോ ചെയ്യേണ്ടതില്ല എന്ന് സൂറത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഉമ്മാക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഇനി ആദ്യം ഇറക്കപ്പെട്ട ആയത്തുകൾ ഏതാണ്? സൂറത്തുൽ ഖലക്ക് ആദ്യം മുതൽ മാലം യഅലം വരെയുള്ള ആയത്തുകൾ. ഓക്കെ. ഓതി നോക്കിയാൽ മതി ആദ്യത്തെ കുറച്ച് ഭാഗങ്ങൾ. ഓക്കെ. ഇനി എത്ര വർഷം കൊണ്ടാണ് ഖുർആൻ അവതരിക്കപ്പെട്ടത്? 23 വർഷം അല്ലേ? ഖുർആനിൽ എത്ര സൂറത്തുകളുണ്ട്? 114 സൂറത്ത്. ഖുർആനിൻ്റെ മാതാവ്, അതായത് ഉമ്മുൽ ഖുർആൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്തുൽ ഫാത്തിഹ. ഉമ്മുൽ ഖുർആൻ, ഖുർആനിൻ്റെ ഉമ്മ
അതായത് 114 സൂറത്തിലെ സൂറത്തുൽ ഫാത്തിഹ ആദ്യത്തെ സൂറത്താണ് അല്ലേ. സൂറത്തുൽ ഫാത്തിഹ നമ്മൾ ഓതുന്ന സമയത്ത് വരുന്ന ആദ്യത്തെ സൂറത്താണ് ഉമ്മുൽ ഖുർആൻ, ഖുർആൻ്റെ ഉമ്മ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി ഖൽബുൽ ഖുർആൻ, ഖുർആൻ്റെ ഹൃദയം എന്നറിയപ്പെടുന്ന സൂറത്ത് ഏതാ? സൂറത്തു യാസീൻ. നമ്മളെന്നും ഓതാറുള്ള സൂറത്ത് യാസീനാണ് ഖുർആനിൻ്റെ ഹൃദയം. ഖുർആനിൻ്റെ ഉമ്മ സൂറത്തുൽ ഫാത്തിഹയാണ് കേട്ടോ. ഇനി മക്കിയായ സൂറത്തുകളുടെ എണ്ണം 86, മദനിയായ സൂറത്തുകളുടെ എണ്ണം 28. മക്കിയായ സൂറത്ത് എന്ന് വെച്ചാൽ മക്കയിൽ ഇറങ്ങിയ സൂറത്തുകൾ 86, 28 മദീനയിലും. ഓക്കെ. ഇനി ജിന്നുകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? എന്താ ജിന്നുകളുടെ പ്രത്യേകതകൾ? അവർ അഗ്നി കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ്. വിവിധ രൂപത്തിൽ പ്രത്യക്ഷപ്പെടാനും രൂപം മാറാനൊക്കെ അവർക്ക് കഴിയും. പ്രയാസകരമാകുന്ന പല ജോലികളും സിമ്പിളായിട്ട് വളരെ നിഷ്പ്രയാസം അവർക്ക് ചെയ്തു തീർക്കാൻ വേണ്ടി കഴിയും. ഇങ്ങനെയുള്ള പല പ്രത്യേകതകളുണ്ട്. ഇനി ജിന്നുകളിൽ നിന്ന് വേർതിരിക്കപ്പെട്ട മറ്റൊരു വിഭാഗമാണ് ആര്? ശൈത്താൻമാർ അല്ലേ, ശൈത്താൻ. ഓക്കെ. ഇനി ബിദ്അത്ത് എന്നാൽ എന്താണ് ബിദ്അത്ത്? ഖുർആന്, സുന്നത്ത്, ഇജ്മാ, സ്വഹാബത്തിൻ്റെ പ്രസ്താവന. ഈ പറയപ്പെട്ട 4 ഏതെങ്കിലും ഒന്നിനോട് വിരുദ്ധമായ നിലയിൽ നിർമ്മിക്കപ്പെട്ട കാര്യത്തിനാണ് ബിദ്അത്ത് എന്ന് പറയാം. ഓക്കെ. ഇനി നല്ല ബിദ്അത്തുകൾക്കുള്ള ചില ഉദാഹരണങ്ങൾ പറയാൻ പറ്റുമോ? നല്ല ബിദ്അത്തുകൾ ഏതാണ്? മദ്രസ, യത്തീംഖാന, ഖുർആനിലെ ഹർക്കത്തും പുള്ളിയും തുടങ്ങിയവ ചില ഉദാഹരണങ്ങളാണ്. നല്ല ബിദ്അത്തിനുള്ള ഉദാഹരണങ്ങളാണ്. ഓക്കെ. ഇനി ബിദ്അത്ത് എത്ര വിധം, ഏതെല്ലാം? ബിദ്അത്ത് 2 വിധമാണ്. ബിദ്അത്ത് ഹസന, ബിദ്അത്ത് ദലാല. ബിദ്അത്ത് ഹസന, ബിദ്അത്ത് ദലാല. എന്താണ് ബിദ്അത്ത് ദലാലത്ത് എന്നാൽ? ഖുർആന്, ഹദീസ്, ഇജ്മാ, സ്വഹാബത്തിൻ്റെ പ്രസ്താവന എന്നിവയോട് എതിരാകുന്ന വഴിക്കാണ് ബിദ്അത്ത് ദലാലത്ത് എന്ന് പറയുന്നത്. ഓക്കെ. സിമ്പിൾ കാര്യങ്ങളാണല്ലോ അല്ലേ. ഇനി നമ്മെ നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് എന്താണ്? പരലോകത്തെക്കുറിച്ചുള്ള വിശ്വാസമാണ് നമ്മെ നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. ഓക്കെ. ഇനി അന്ത്യനാളിൻ്റെ ചില അടയാളങ്ങൾ എഴുതുക. ഒരുപാട് അടയാളങ്ങളുണ്ട്. ചില ഉദാഹരണങ്ങൾ നമ്മൾ പുസ്തകത്തിൽ പറഞ്ഞതാണ്. ഓക്കെ. ഉലമാക്കൾ മരിച്ചു പോവുക, വ്യഭിചാരം, ചൂതാട്ടം, മദ്യപാനം, ചൂഷണ, കൊള്ള, അറിവില്ലായ്മ, ഇതൊക്കെ ഒരുപാട് അധികരിക്കുക, പള്ളികളിൽ ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാവുക, അനർഹരിലേക്ക് കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കപ്പെടുക, ഉമ്മയെ വെറുപ്പിക്കുക തുടങ്ങിയവയൊക്കെ അതിൻ്റെ ഉദാഹരണങ്ങളാണ്. ഓക്കെ. 43 ഖിയാമത്ത് നാളിനോട് വളരെ അടുത്തുണ്ടാവുന്ന ചില അടയാളങ്ങൾ, വലിയ അടയാളങ്ങൾ ഏതൊക്കെ? ഇമാം മഹദി പ്രത്യക്ഷപ്പെടുക, ദജ്ജാൽ പുറപ്പെടുക, ഈസാ നബി ഇറങ്ങി വരിക, ദജ്ജാലിനെ കൊല്ലുക, യജൂജ് മജൂജ് പുറപ്പെടുക, ദാബത്തുൽ അർദ് എന്ന അത്ഭുത മൃഗം വരൽ, സൂര്യൻ അസ്തമന സ്ഥാനത്ത് നിന്ന് ഉദിക്കൽ, യമനിൽ നിന്ന് ഭയങ്കരമായൊരു തീ പുറപ്പെടൽ, മഷ്രിഖ് മഗ്രിബിൻ്റെ ഇടയിൽ ഒരു പുകയുണ്ടാവൽ. ഓക്കെ. അങ്ങനെയുള്ള ചില സംഗതികൾ. ആ മഷ്രിഖ് മഗ്രിബിൻ്റെ ഇടയിലുള്ള പുക 40 ദിവസമാണെന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ അല്ലേ. ഓക്കെ, വെരി ഗുഡ്. സിമ്പിളാണ് കാര്യങ്ങളൊക്കെ. അള്ളാഹു നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണ്? അള്ളാഹു നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹം അതേ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുസ്ലിമാക്കി എന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. നമുക്ക് കണ്ണുള്ളതോ കൈയുള്ളതോ ഒക്കെ അനുഗ്രഹമാണ്. പക്ഷെ ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണ്? നമ്മെ മുസ്ലിമാക്കി എന്നുള്ളതാണ്. ഇനി അതേപോലെ മുസ്ലിമായിട്ട് മരിക്കുക എന്നുള്ളതുമാണ് മറ്റേറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. ഓക്കെ. ഇനി റിദ്ദത്ത് എന്നാൽ എന്താ റിദ്ദത്ത്? പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള മുസ്ലിം വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിയ്യത്ത് കൊണ്ടോ സ്വന്തം ഇഷ്ടപ്രകാരം ഇസ്ലാമുമായുള്ള ബന്ധം മുറിക്കുന്നതിനാണ് റിദ്ദത്ത് എന്ന് പറയുക. അപ്പം ഏറ്റവും വലിയ തെറ്റാണ് റിദ്ദത്ത് എന്ന് പറയുന്നത് അല്ലേ. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവൽ എന്നാണ് അർത്ഥം. ഇനി മുർത്തദ്ദിൻ്റെ ഷഹാദത്ത് കലിമ എങ്ങനെയാണ്? ഇസ്ലാമിൽ നിന്ന് ഒരാൾ പുറത്തു പോയാൽ പിന്നെ അയാൾക്ക് വീണ്ടും ഇസ്ലാമിലേക്ക് തിരിച്ചു വരണമെങ്കിൽ അയാൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? എങ്ങനെയാണ് അയാൾ ഷഹാദത്ത് കലിമ ചൊല്ലേണ്ടത്? അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് ഇന്നി ബരീഉം മിൻ കുല്ലി ദീനി യുഖാലിഫു ദീനൽ ഇസ്ലാം എന്നാണ് അയാൾ പറയേണ്ടത്. ഓക്കെ. ഇനി യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥിക്കാറുള്ള ആ പ്രാർത്ഥന എന്താണ്? തവഫനി മുസ്ലിമൻ വ അൽഹഖനി ബിസ്വാലിഹീൻ. അള്ളാഹുവെ, എന്നെ മുസ്ലിമായി നീ മരിപ്പിക്കുകയും മുസ്ലിങ്ങളുടെ കൂടെ സ്വാലിഹീങ്ങളുടെ കൂടെ എന്നെ ചേർക്കുകയും ചെയ്യണമേ എന്ന് ഏത് പ്രവാചകനാണ് പ്രാർത്ഥിച്ചിരുന്നത്? യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ പ്രാർത്ഥന എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രാർത്ഥനയാണ്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മളൊക്കെ മുസ്ലിമായി ജനിച്ചു, ഇനി മുസ്ലിമായിട്ട് മരിക്കാനൊക്കെ നമുക്ക് പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ മരണവും ജീവിതവും ഒക്കെ സന്തോഷത്തിലും ഈമാനിലും ഒക്കെ ആക്കി തരട്ടെ. മക്കൾക്കൊക്കെ അള്ളാഹു പഠിക്കാനുള്ള നല്ല കഴിവുകൾ നൽകട്ടെ. വാഹൃദ വയാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.